വാർത്തയിലേക്ക് വിശദമായി. ആലപ്പാട് ഖനന വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച സമരസമിതി. ഖനനം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. സമ്പൂർണ്ണ ഖനനം അത് നിർത്തണം. ഖനന നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റൊന്നും ഞങ്ങൾക്കില്ല. അല്ലാതെ ചർച്ചയുമില്ല. അത് സർക്കാർ നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് മുൻപ് കരിമണൽ ഖനനം നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് വിളിക്കുക. ചർച്ചയ്ക്ക് തയ്യാർ. അതിന് ഓപ്പൺ ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ നടപടി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ശീതീകരിച്ച മുറികളിലല്ല ചർച്ച നടത്തേണ്ടത് ആലപ്പാട്ടാണെന്നും സമരസമിതി പ്രവർത്തകർ വ്യക്തമാക്കി. എന്നാൽ ഉപാധിരഹിതമായ ചർച്ചയാണ് നടക്കേണ്ടതെന്ന് കരുനാഗപ്പള്ളി എംഎൽഎ ആർ രാമചന്ദ്രൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത വാശികളിൽ സംശയമുണ്ടെന്നും എംഎൽഎ ന്യൂസ് 8നോട് പ്രതികരിച്ചു. വിശദാംശങ്ങളുമായി ആലപ്പാട്ട് നിന്ന് ശ്യാം ദേവരാജ് ചേരുകയാണ്. ശ്യാം, സമരസമിതി നേതാക്കൾ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ആദ്യം ഖനനം നിർത്തട്ടെ, അതിനുശേഷം മാത്രം മതി ചർച്ച. നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ, സർക്കാരിന് മുന്നോട്ട് വയ്ക്കാൻ ഒരു ഉപാധികളോ നിബന്ധനകളോ ഇല്ല. ഖനനം നിർത്തുക എന്ന ഒരൊറ്റ ആവശ്യം മാത്രമാണുള്ളതെന്ന് പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ മുൻവിധികളുമായി നേരത്തെ ഇത്തരത്തിൽ വാശി പിടിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടാണ് എംഎൽഎ അടക്കം പ്രതികരിച്ചത്. ഇതിനെ സമരസമിതി നേതാക്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ചർച്ചയ്ക്ക് വിളിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ സമരസമിതി നേതാക്കൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ അത് അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതൊരു നിബന്ധനയായി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം സേവ ആലപ്പാട് എന്ന മുദ്രാവാക്യം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരാവശ്യം കൂടിയുണ്ട്. അത് സ്റ്റോപ്പ് മൈനിങ് എന്നതാണ്. ഖനനം പൂർണ്ണമായും ആലപ്പാട് പ്രദേശത്തെ ഖനനം നിർത്തിവെക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഖനനം നിർത്തിവെച്ചതിന് ശേഷം, താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ചതിന് ശേഷം ചർച്ചയാകാം എന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത്തരമൊരു ഖനനം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് മാത്രമേ അവർ തയ്യാറുള്ളൂ. മാത്രമല്ല, മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ നിബന്ധന ഏതെങ്കിലും രീതിയിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ചർച്ചയ്ക്ക് താല്പര്യമില്ല. മാത്രമല്ല, സർക്കാർ പ്രതിനിധികൾ ആലപ്പാട്ടേക്ക് വരണം. ആലപ്പാട് തുറന്ന സദസ്സിലിരുന്ന് എല്ലാവരും കേൾക്കെ ചർച്ച ചെയ്യണം. അത്തരമൊരു ചർച്ചയ്ക്ക് മാത്രമാണ് തയ്യാറുള്ളത് എന്ന രണ്ട് കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെ ഖനനം നിർത്തിവെക്കണം, അതിനുശേഷം ചർച്ചയാകാം എന്ന ഒരു കാര്യവും കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിൽ അവർ പറയുന്ന കാര്യം ചർച്ചയ്ക്ക് തയ്യാറാവുന്ന സർക്കാരിൻ്റെ സമീപനത്തെ ഉൾപ്പെടെ എല്ലാവരുടെയും സമീപനത്തെ അവർ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ IRE അവർക്ക് വിശ്വാസമില്ല. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിനെ അവർക്ക് വിശ്വാസമില്ല. ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറാകാത്ത അല്ലെങ്കിൽ അത്തരമൊരു നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നത്. ഖനനം പൂർണ്ണമായും നിർത്തിവെക്കണം, താൽക്കാലികമായെങ്കിലും ഖനനം നിർത്തിവെക്കണം, ആലപ്പാടിനെ രക്ഷിക്കണം എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നത്. സമരസമിതി നേതാക്കളെല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് എല്ലാ സമരസമിതി നേതാക്കളും സമരസമിതിയുടെ പ്രവർത്തകരും നാട്ടുകാരുമെല്ലാം അതിന് പിന്തുണ അർപ്പിക്കുന്നവരുമെല്ലാം വ്യക്തമാക്കുന്നത് ഒരേ സ്വരത്തിലാണ്. ഖനനം നിർത്തിവെക്കണം, അതിനുശേഷം ചർച്ചയാകാം. ആ ചർച്ച ആലപ്പാടിന്റെ ഭൂമിയിൽ വെച്ച് അത്തരമൊരു ചർച്ചയാകാം എന്നുമാണ് നേരത്തെ ആർ രാമചന്ദ്രൻ MLA, കരുനാഗപ്പള്ളി MLA അടക്കം അക്കാര്യത്തിൽ പ്രതികരിച്ചത്. അത്തരമൊരു കടുംപിടുത്തം പാടില്ല. തുറന്ന ചർച്ച പ്രശ്നപരിഹാരമാണ് വേണ്ടത് എങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന കാര്യവുമാണ്. അത്തരമൊരു വിമർശനവും സമരസമിതിയുടെ നിലപാടിനെതിരെ അത്തരമൊരു വിമർശനം സ്ഥലം MLA തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. എങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം പൂർണ്ണമായ രണ്ട് നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നതും ആ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതും. അത്തരമൊരു സാഹചര്യമാണ് സമരസമിതി നേതാക്കളുടെ ഭാഗത്തു നിന്നും അവർ സ്വീകരിക്കുന്ന നിലപാട്. ശ്യാം, കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ സർക്കാർ ഇതിലൊരു നിഷേധാത്മക നിലപാടായിരുന്നു സ്വീകരിച്ചത്. ചർച്ചയ്ക്ക് പോലും തയ്യാറായിരുന്നില്ല. ശേഷം സോഷ്യൽ മീഡിയകളിലടക്കം വലിയ പ്രചരണം ലഭിക്കുന്നു, മാധ്യമ ശ്രദ്ധ വരുന്നു. ഇതിനുശേഷമാണ് ഒരു ചർച്ചയ്ക്ക് വരെ സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാത്ത രീതിയിൽ സമരസമിതി ഉറച്ചു നിൽക്കുമ്പോൾ ഇതിന് മയപ്പെട്ട് സർക്കാർ വന്നില്ലെങ്കിൽ ആലപ്പാടെത്തി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇതിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോലും തങ്ങൾ തയ്യാറാകില്ല എന്ന ആ ഒരൊറ്റ സ്വരത്തിൽ ആ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണോ?
ദിവ്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമരം ആലപ്പാട് സമരസമിതി നടത്തുന്ന സമരം ഇന്ന് 73-ാം ദിവസത്തിലാണ്. ഈ സമരപ്പന്തൽ കഴിഞ്ഞ 73 ദിവസമായി സജീവമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രമുഖരടക്കം ഇവരുടെ സേവാലപ്പാട് എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തതിന് ശേഷമാണ് അത്തരമൊരു വ്യാപകമായ പ്രചരണം ലഭിക്കുകയും സമൂഹത്തിൽ ചർച്ചയാവുകയും നിരവധി പേർ ഇങ്ങോട്ടേക്ക് പിന്തുണയുമായി എത്തുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കിപ്പോൾ സമരം ചെയ്യുന്നവരെയും ഒക്കെ കാണാം. അവർ അത്തരമൊരു കാര്യം പറയുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു കഴിഞ്ഞ 73 ദിവസവും ഇവർ ഇവിടെ തന്നെ സമരം ചെയ്യുകയായിരുന്നു. അത്തരമൊരു സമരത്തെ ഇതുവരെയും സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അധികൃത സമൂഹമോ കണക്കിലെടുത്തില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചർച്ച അടച്ചിട്ട മുറികളിൽ ഇരുന്നുള്ള ചർച്ചയുമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ സമരസമിതി നേതാക്കളെ തന്നെ ഈ നാട്ടുകാർ സംശയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അത്തരം ഒരു സാഹചര്യത്തിനും അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് അത് തുറന്ന വേദിയിൽ അത്തരമൊരു ചർച്ച വേണമെന്ന് പറയുന്നത്. ആ ചർച്ച സുതാര്യമാവണം എന്നും ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങളിൽ IREയുടെ മുൻ നിലപാടുകളൊക്കെ തന്നെയും തിരിച്ചറിയാവുന്നതാണ്. ആ നിലപാടുകൾ തിരിച്ചറിയാവുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സമരസമിതിയുടെ നേതാക്കൾ ഇത്തരമൊരു നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നതും ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോൾ തന്നെ ഈ ഖനനം നിർത്തിവെക്കണം. ഖനനം നിർത്തിവെച്ചതിന് ശേഷം തുറന്ന വേദിയിൽ ചർച്ചയാകാം എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഇത്തരത്തിൽ മുൻവിധികളുമായി ഖനനം നിർത്തിവെച്ചതിനു ശേഷം മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന സമരസമിതിയുടെ നിലപാട് സ്വാഗതാർഹമല്ല എന്നാണ് സ്ഥലം MLA പ്രതികരിച്ചത്. ഉപാധിരഹിതമായ ചർച്ചയ്ക്ക് ഗവൺമെന്റും സമരസമിതിയും തയ്യാറാകണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ നിർബന്ധ ബുദ്ധിക്കോ വാശിക്കോ സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ സ്ഥാനം കൊടുക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ. സമരസമിതിക്ക് സമരസമിതിയുടെ ഏത് നിലപാടും ചർച്ചയിൽ സ്വീകരിക്കാം. കരുനാഗപ്പള്ളി MLA R രാമചന്ദ്രനായ വാക്കുകളാണ് കേട്ടത്. ആലപ്പാട് സമരം ശക്തമാക്കുകയാണ് സമരസമിതി നേതാക്കൾ. ഖനനം നിർത്തിവച്ചതിനു ശേഷം മാത്രമേ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നാണ് സമരസമിതി നേതാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. യുപിയിൽ ഇപ്പോൾ BSP-SP മഹാസഖ്യ പ്രഖ്യാപന ചടങ്ങ് പുരോഗമിക്കുകയാണ്. തത്സമയം ठीक है, मीडिया बंधुओं, जैसा कि आप लोगों को ये विदित है कि आज बहुजन समाज पार्टी और समाजवादी पार्टी के दोनों नेशनल प्रेसिडेंट की, मुखिया की ये संयुक्त व खासकर प्रधानमंत्री श्री नरेंद्र मोदी की तथा बीजेपी के राष्ट्रीय अध्यक्ष श्री अमित शाह की, अर्थात इन दोनों गुरु व चेले की नींद उड़ाने वाली अति महत्वपूर्ण एवं ऐतिहासिक प्रेस कॉन्फ्रेंस हो रही है। हालांकि इसकी वास्तव में पृष्ठभूमि ये है कि हमारी पार्टी BSP ने परम पूज्य बाबा साहब डॉक्टर भीमराव अंबेडकर के देहांत के बाद उनके अधूरे पड़े कारवां को न केवल गति प्रदान की है, बल्कि काफी उतार चढ़ाव का सफर तय करते हुए उसे ऐतिहासिक सफलताएं भी प्रदान की हैं। और इतना ही नहीं, बल्कि BSP ने इनके द्वारा यहाँ जातिवादी व्यवस्था के शिकार लोगों को मान सम्मान की जिंदगी बसर करने हेतु राजनीतिक सत्ता की मास्टर चाबी प्राप्त करने की दी गई उसी अमरवाणी व मिशनरी लक्ष्य को सही मायने में जमीनी हकीकत में बदलने के क्रम में ही यहाँ लोहिया जी के बताए हुए रास्तों पर चल रही समाजवादी पार्टी से पहले सन 1993 में मान्यवर श्री कांशीराम जी व श्री मुलायम सिंह यादव जी के नेतृत्व में उत्तर प्रदेश में विधानसभा के हुए आम चुनाव में चुनावी गठबंधन करके ये चुनाव लड़ा गया था।
और फिर उसके परिणाम स्वरूप ही उत्तर प्रदेश जैसे देश के सबसे बड़े व महत्वपूर्ण राज्य में हवा का रुख पूरी तरह से बदलते हुए तथा बीजेपी जैसी घोर जातिवादी व सांप्रदायिक पार्टी को पछाड़ते हुए तब यहाँ सरकार भी बनाई गई थी। हालांकि ये गठबंधन कुछ गंभीर कारणों की वजह से ज़्यादा लंबे समय तक नहीं चल सका था, लेकिन अब देश व जनहित को उन कारणों में से खासकर 2 जून 1995 के घटित हुए लखनऊ गेस्ट हाउस कांड से भी ऊपर रखते हुए, यानी कि देश व जनहित को इस कांड से भी ऊपर रखते हुए एक बार फिर हमने यहाँ देश में लगभग उसी प्रकार की दूषित राजनीतिक व सांप्रदायिकता के माहौल के मद्देनजर रखते हुए आपस में चुनावी समझौता करने का फैसला लिया है। और ये भी सर्वविदित है कि जैसे उस समय सन 1990 के आसपास बीजेपी की घोर जातिवादी, संकीर्ण, सांप्रदायिक व अयोध्या मामले को लेकर धार्मिक उन्माद एवं हिंसा आदि के जहरीले माहौल के काले साए के कारण आम जनजीवन जिस प्रकार से प्रभावित था, तो उससे देश की आम जनता बुरी तरह से त्रस्त व त्राही कर रही थी। तो ठीक उसी प्रकार से आज भी उत्तर प्रदेश सहित पूरे देश की लगभग 125 करोड़ आम जनता बीजेपी की केंद्र व राज्य सरकारों की खासकर घोर चुनावी वायदा खिलाफी करने के साथ साथ इनकी गरीब, मजदूर, किसान, बेरोजगार व व्यापारी आदि विरोधी नीतियों तथा इनके अहंकारी एवं तानाशाही वाले रवैये से अत्यंत ही परेशान व दुखी हैं। तो ऐसे हालातों में एक बार फिर से बीएसपी व सपा ने व्यापक जनहित व देश हित को ध्यान में रखकर खासकर उत्तर प्रदेश में एकजुट होने की काफी जरूरत महसूस की है और इस संबंध में सर्व समाज की आम जन भावनाओं का पूरा कदर करते हुए तथा इनको पूरा आदर सम्मान देते हुए देश में लोकसभा के शीघ्र ही होने वाले आम चुनाव में पूरे जन संतोष वाला चुनावी गठबंधन करके ये चुनाव लड़ने का फैसला किया है और जिसकी आज ही घोषणा भी कर दी जाएगी, जो निश्चित तौर पर ये इस नए वर्ष सन 2019 में एक प्रकार से नए राजनीतिक क्रांति का संदेश ही माना जाएगा तथा जो देश के संविधान को उसके सही व असली जनहितैषी एवं कल्याणकारी मार्ग पर चलने का रास्ता ही मुकर्रर करेगा। और ऐसे में अब बीएसपी व सपा के बने इस गठबंधन से समाज व देश को बहुत उम्मीदें भी जग गई हैं, क्योंकि यह चुनाव जीतने के लिए केवल 2 पार्टियों का ही एकजुट होना मात्र नहीं है, बल्कि ये समाज के अधिकांश आबादी का प्रतिनिधित्व करने वाले सर्व समाज के खासकर गरीबों, मजदूरों, किसानों, छोटे व मझोले व्यापारियों, युवाओं, बेरोजगारों, महिलाओं वे अन्य मेहनत का आम जनता के साथ साथ दलितों, शोषितों, पिछड़ों, मुस्लिम वे अन्य धार्मिक अल्पसंख्यकों के हितों की रक्षा एवं इनका प्रतिनिधित्व करने वाली एक शक्ति भी है, जो आगे चलकर देश के बेहतर कल को बनाने वाली सामाजिक परिवर्तन एवं आर्थिक मुक्ति के मिशनरी लक्ष्य की प्राप्ति का एक खास सामाजिक एवं आर्थिक क्रांति का आंदोलन भी बन सकता है। इसके साथ ही वैसे आपको ये भी मालूम है कि देश में पिछले लोकसभा और उसके बाद उत्तर प्रदेश में विधानसभा के हुए आम चुनाव में भी बीजेपी ने जिस प्रकार से केंद्र व उत्तर प्रदेश में यहाँ बेईमानी से अपनी सरकार बनाई है और जिनकी गलत नीतियों व गलत कार्य प्रणाली आदि से जनता आज बहुत ज़्यादा दुखी है, जिसे अति गंभीरता से लेते हुए
फिर ऐसी जन विरोधी पार्टी को आगे सत्ता में आने से रोकने के लिए हमने पहले ही यहाँ उत्तर प्रदेश में कुछ लोकसभा व विधानसभा की सीटों पर हुए उपचुनाव में इनके अधिकांश उम्मीदवारों को हरा के इसकी शुरुआत भी कर दी है। जबकि इन चुनावों में कांग्रेस पार्टी के उम्मीदवारों की तो जमानत ही जब्त हो गई थी और फिर इसके बाद से पूरे देश में यह आम चर्चा शुरू हो गई कि उत्तर प्रदेश में 80 लोकसभा की सीटें हैं और यदि बीएसपी व सपा यहां गठबंधन करके लोकसभा का आम चुनाव लड़ते हैं तो फिर इस बार केंद्र में बीजेपी को सत्ता में आने से जरूर रोका जा सकता है। और वैसे भी इनके चुनावी वायदा खिलाफी, कुशासन व गलत नीतियों एवं जातिवादी, संकीर्ण, द्वेषपूर्ण, सांप्रदायिक व पूंजीवादी तथा अहंकारी व तानाशाही वाले रवैये एवं कार्य प्रणाली से अब पूरे देश में गरीब, मजदूर, किसान, व्यापारी वे अन्य मेहनतकश लोगों के साथ साथ खासकर दलित, आदिवासी, पिछड़ा वर्ग, मुस्लिम वे अन्य धार्मिक अल्पसंख्यक समाज के भी लोग अपनी विभिन्न समस्याओं को लेकर अभी तक भी हमें काफी ज्यादा दुखी व चिंतित ही नजर आते हैं। इसके साथ ही इनके बिना पूरी तैयारी के विशेषकर नोटबंदी व जीएसटी के लिए गए फैसले से तो इनकी कमर और भी ज्यादा तोड़कर रख दी गई है, जिन्हें खास ध्यान में रखकर ही वह इन लोगों के हितों को प्राथमिकता देते हुए अर्थात इनके हितों में लखनऊ गेस्ट हाउस कांड को भी किनारे करके फिर हमने आबादी व लोकसभा की सीटों के हिसाब से भी देश के सबसे बड़े प्रदेश उत्तर प्रदेश में यहाँ लोकसभा का आम चुनाव गठबंधन करके लड़ने का ही फैसला लिया है, ताकि इस बार बीजेपी एंड कंपनी के लोगों को किसी भी कीमत पर केंद्र की सत्ता में आने से या विशेषकर उत्तर प्रदेश से ही रोका जा सके। और वैसे भी हमें ये पूरा भरोसा है कि जिस प्रकार से हमने अर्थात बीएसपी व सपा ने मिलकर अभी तक यहाँ लोकसभा व विधानसभा के हुए सभी उपचुनावों में बीजेपी के अधिकांश उम्मीदवारों को बुरी तरह से हराया है, तो फिर ये बीएसपी व सपा का बना गठबंधन देश में जल्दी ही होने वाले लोकसभा आम चुनाव में भी खासकर यहाँ उत्तर प्रदेश से बीजेपी के उम्मीदवारों को अब किसी भी कीमत पर कामयाब नहीं होने देगा, जिसकी हमें पूरी उम्मीद भी है। लेकिन अब यहाँ आप लोग हमसे ये भी जरूर जानना चाहेंगे कि हमने इस बने गठबंधन में कांग्रेस पार्टी को शामिल क्यों नहीं किया है। मैं जरूरी बातें आप लोगों के सामने रखना चाहूंगी ताकि आपको सवाल पूछने के लिए कोई तकलीफ ना उठानी पड़े। लेकिन अब यहाँ आप लोग हमसे ये भी जरूर जानना चाहेंगे कि हमने इस बने गठबंधन में कांग्रेस पार्टी को शामिल क्यों नहीं किया है, जबकि इस संबंध में आप लोगों को भी ये मालूम है कि आजादी के बाद काफी लंबी अवधि तक केंद्र व उत्तर प्रदेश सहित देश के अधिकांश राज्यों में भी ज्यादातर यहाँ कांग्रेस पार्टी ने ही एक सत्र राज किया है, जिसमें विशेषकर कमजोर वर्गों के साथ साथ गरीब, मजदूर, किसान, व्यापारी एवं अन्य विभिन्न क्षेत्रों में लगे मेहनतकश लोग आदि ये सभी काफी ज्यादा परेशान रहे हैं। और इनके शासनकाल में देश में गरीबी, बेरोजगारी व भ्रष्टाचार आदि भी काफी ज्यादा बढ़ा है, जिसकी वजह से ही फिर यहाँ बीएसपी व सपा सहित अनेकों और भी राजनीतिक पार्टियों का गठन हुआ, ताकि उन लोगों को इस पार्टी के कुशासन व मनमानी वाले राज से कुछ हद तक मुक्ति मिल सके। ऐसी स्थिति में केंद्र व राज्यों में चाहे सत्ता यहाँ कांग्रेस पार्टी या बीजेपी एंड कंपनी के लोगों के हाथों में आए तो भी बात एक ही है, अर्थात इन सब की नीतियां, सोच व कार्यशैली
आदि अभी तक भी हमें लगभग एक जैसी अधिकांश नजर आती है। जैसे देश में रक्षा सौदों की खरीद फरोख्त के मामलों में इन दोनों ही पार्टियों की सरकारों में जबरदस्त घोटाले हुए हैं, ये बात भी किसी से छिपी हुई नहीं है, जिसकी खास वजह से ही पहले कांग्रेस पार्टी को बोफोर्स मामले में अपनी केंद्र की सरकार गंवानी पड़ी थी और अब देश में जल्दी ही लोकसभा के होने वाले आम चुनाव में बीजेपी को भी खासकर राफेल मामले में हुए घोटाले को लेकर अपनी केंद्र की सरकार जरूर गंवानी पड़ेगी, ऐसे देश में काफी आम चर्चा भी है। इसी प्रकार वर्तमान केंद्र की भाजपा सरकार का राज विशेषकर अपने विरोधियों को कमजोर करने के लिए उनके उत्पीड़न करने के मामले में हमें पूर्व में कांग्रेस पार्टी के रहे राज में सन 1975 में लगी इमरजेंसी से भी अब कोई कम नजर नहीं आता है। अर्थात फर्क केवल इतना ही है कि इस मामले में कांग्रेस पार्टी के राज में उस समय घोषित इमरजेंसी थी और अब बीजेपी के राज में अघोषित इमरजेंसी लगी हुई है, जिसके असंख्य उदाहरण आप लोगों के सामने हैं। और इसके लिए अब ये लोग अपनी सरकारी मशीनरी का जबरदस्त दुरुपयोग करके वे जनता में अपने प्रभावशाली विरोधियों से घबराकर उनके विरुद्ध जबरदस्ती के काफी वर्षों पुराने गड़े मुर्दे उखाड़ने में लगे हैं, जिससे अब इनको देश में शीघ्र ही लोकसभा के होने वाले आम चुनाव में सन 1977 की तरह ही काफी भारी नुकसान भी होने वाला है। इसके साथ ही गठबंधन को लेकर कांग्रेस पार्टी के बारे में यह बात भी सर्वविदित है कि बीएसपी व सपा को कांग्रेस पार्टी के साथ चुनावी गठबंधन करने से कोई खास लाभ मिलने वाला नहीं है, क्योंकि इस मामले में हमारा अभी तक का अनुभव ये रहा है कि इनके साथ गठबंधन करके चुनाव लड़ने से हमें छोड़ी गई सीटों पर इस पार्टी का अपना अधिकांश वोट ट्रांसफर नहीं होता है और वह ज्यादातर बीजेपी व अन्य जातिवादी पार्टियों को ही चला जाता है, या फिर जानबूझकर एक सोची समझी रणनीति के तहत उसे अंदर अंदर ट्रांसफर भी कर दिया जाता है। जबकि हमारी पार्टी से जुड़ा पूरा का पूरा वोट एक तरफा हमारे साथ गठबंधन की गई किसी भी पार्टी को पूरी ईमानदारी से ट्रांसफर हो जाता है, जिससे कांग्रेस पार्टी जैसी पार्टियों को तो हमसे पूरा लाभ मिल जाता है, लेकिन हमारी जैसी ईमानदार पार्टियों को इनसे कोई खास लाभ नहीं मिल पाता है और इससे फिर हमारी पार्टी का वोट प्रतिशत और कम हो जाता है, जिसका कड़वा अनुभव हमने यहाँ उत्तर प्रदेश में ही सन 1996 में विधानसभा के हुए आम चुनाव में कांग्रेस पार्टी के साथ गठबंधन करके किया भी है। और शायद लगभग यही कड़वा अनुभव यहाँ पिछले विधानसभा के हुए आम चुनाव में समाजवादी पार्टी ने भी कांग्रेस पार्टी के साथ गठबंधन करके किया है। ऐसी स्थिति में फिर हमने अपनी पार्टी व मूवमेंट के हित में देश में जल्दी ही लोकसभा के होने वाले आम चुनाव में खासकर यहाँ उत्तर प्रदेश में बीएसपी व सपा के बने गठबंधन में कांग्रेस पार्टी को शामिल नहीं किया है। हालांकि अब हमारी पार्टी ने पूरे देश में ये फैसला लिया है कि हमारी पार्टी अब आगे कांग्रेस पार्टी की तरह ऐसी अन्य और किसी भी पार्टी के साथ गठबंधन करके कोई चुनाव नहीं लड़ेगी, जिससे हमारी पार्टी को खुद ही राजनीतिक नुकसान पहुंच जाए, यानी कि उसका वोट हमें ट्रांसफर ना हो सके। लेकिन इस मामले में अभी तक अच्छी बात ये रही है कि उत्तर प्रदेश में बीएसपी व सपा का पूर्व में विधानसभा चुनाव के लिए हुआ गठबंधन का पिछला रहा अनुभव दोनों ही पार्टियों के लिए काफी कारगर साबित हुआ है। अर्थात दोनों ही पार्टियों का वोट एक दूसरे के उम्मीदवारों को पूरी ईमानदारी से ट्रांसफर हुआ है, जिसकी वजह से अब हमें यहाँ लोकसभा के होने वाले आम चुनाव में बीएसपी व सपा का गठबंधन करके ये चुनाव लड़ने में कोई भी परहेज नहीं है। और अब हमें पूरा भरोसा है
कि यहाँ बीएसपी व सपा का बना ये गठबंधन इस बार केंद्र में बीजेपी को किसी भी कीमत पर सत्ता में आसीन नहीं होने देगा और इनको इस बार हर हालत में यहाँ उत्तर प्रदेश से ही रोक देगा, बशर्ते यदि इस पार्टी ने पूर्व की तरह यहाँ वोटिंग मशीनों में कोई गड़बड़ी नहीं की तथा ना ही इन्होंने खासकर राम मंदिर निर्माण के नाम पर यहाँ की जनता की धार्मिक भावनाओं के साथ कोई खिलवाड़ आदि किया। इन्हीं जरूरी बातों के साथ ही अब मैं उत्तर प्रदेश में बीएसपी व सपा के बने इस गठबंधन के संदर्भ में ये कहना चाहूंगी कि उत्तर प्रदेश में इन दोनों पार्टियों का यहाँ लोकसभा चुनाव में एक साथ मिलकर चुनाव लड़ने का हमारा ये गठबंधन ഫൈനൽ हो चुका है. കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഉത്തർപ്രദേശിൽ മഹാസഖ്യം വന്നിരിക്കുകയാണ്. ബിഎസ്പി എസ്പി അന്തിമ ധാരണയായിരിക്കുന്നു. മഹാസഖ്യ പ്രഖ്യാപനമാണ് ലക്നൌവിൽ നടക്കുന്നത്. മായാവതിയും അഖിലേഷ് യാദവും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഉത്തർപ്രദേശിൽ മഹാസഖ്യ രൂപീകരണം വന്നിരിക്കുന്നത്. ടി ജെ ശ്രീലാൽ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശ്രീലാൽ, മായാവതി പറഞ്ഞ വാക്കുകൾ ബിജെപിക്ക് തിരിച്ചടി നൽകുക എന്നതാണ് ഈ മഹാസഖ്യത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ്. ഈ സഖ്യരൂപീകരണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ബിജെപിക്ക് വലിയ വെല്ലുവിളി ഉയർത്തും, വലിയൊരു തിരിച്ചടി നൽകാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണോ? എന്തൊക്കെയാണ് സഖ്യപ്രഖ്യാപനത്തിലൂടെ മായാവതി പറയുന്നത്? തീർച്ചയായും ചരിത്ര പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ ബിജെപിയെ അകറ്റി നിർത്തുന്നതിന് അസാധ്യമെന്ന് കരുതിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ബിഎസ്പിയും എസ്പിയും കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അഖിലേഷ് യാദവും മായാവതിയും ഇവർ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സഖ്യത്തിൽ ഏർപ്പെടുമെന്ന സൂചനകളുണ്ടായിരുന്നു. ഇവരെ അമ്മായിയും മരുമകനും എന്നുള്ള വിശേഷണം പോലും ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മായാവതിയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ആദ്യം സംസാരിച്ചത്. ബിജെപിയെ അകറ്റി നിർത്തുക ഒന്ന്, ബിജെപിയും കോൺഗ്രസും തുല്യ ശത്രുക്കൾ എന്നുള്ള ഈ രണ്ട് പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ മായാവതി പ്രധാനമായും നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെമായി സഖ്യമുണ്ടാക്കാത്തതിന് മായാവതി നൽകുന്ന കാരണങ്ങൾ വിശദീകരണം. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തും അഴിമതിയും ഒപ്പം തന്നെ തൊഴിലില്ലായ്മയും വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല, കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കില്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സീറ്റുകളുടെ ധാരണ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ ആകെയുള്ള 80 സീറ്റിൽ 37 സീറ്റുകളിൽ ബിഎസ്പിയും 30 സമാജ്വാദി പാർട്ടിയും മത്സരിക്കും, സഖ്യമായി തന്നെ മത്സരിക്കും. 37 സീറ്റുകളിൽ വീതം ഇരുവരും മത്സരിക്കും. 2 സീറ്റുകൾ അജിത് സിംഗിന്റെ RLDക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് 2 സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നു. ആ 2 സീറ്റുകൾ ഇപ്പോൾ എൻഡിഎയിലുള്ള ചില ഘടകകക്ഷികൾ, അതിർത്തിയായ ചില ഘടകകക്ഷികൾ, അപ്നാദൽ അടക്കമുള്ള ഘടകകക്ഷികൾ അവരെ കൂടി ഒപ്പം കൂട്ടാമെന്ന ധാരണയിലാണ് 2 സീറ്റുകൾ. ഉത്തർപ്രദേശിൽ മഹാസഖ്യ രൂപീകരണം വന്നിരിക്കുകയാണ്. കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ബിഎസ്പി എസ്പി അന്തിമ ധാരണ വന്നിരിക്കുന്നത്. 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ 37 വീതം സീറ്റുകളിലാണ് ബിഎസ്പിയും എസ്പിയും മത്സരിക്കുക. 2 സീറ്റിൽ RLD മത്സരിക്കും. ഈ രീതിയിലാണ് സീറ്റ് ധാരണ. വിശദാംശങ്ങളാണ് ടി ജി ശ്രീലാൽ നൽകിയത്. ഇതോടെ ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.